സംസ്കരണത്തിന്റെ ഡയറക്ടർ സുജീഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുജീഷ്, ഈ രീതിയിൽ ഒരു പ്രതിഷേധം അതിപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയ സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് താങ്കളുടെ കമ്പനിക്കെതിരെ അവിടെ രംഗത്തെത്തിയിരിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാ നിയമങ്ങളും പാലിച്ച് നിയമപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. എല്ലാ രീതിയിലും ഇന്നേ വരെ സമരസമിതിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ടുള്ള ചർച്ചകളിൽ കളക്ടറുമായിട്ടും ബഹുമാനപ്പെട്ട കളക്ടറുടെ മുമ്പിലും സബ് കളക്ടറുടെ മുമ്പിലും തഹസിൽദാരുടെ മുമ്പിലും ഡിവൈഎസ്പിന്റെ മുമ്പിലും ഒക്കെ ഇരുന്നിട്ടുള്ള ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും പാലിച്ചിട്ടാണ് ഇന്നേ വരെ എന്റെ സ്ഥാപനം ഓടിയിരിക്കുന്നത്. നിരന്തരം കേരളത്തിൽ ഒരു ഫാക്ടറിയിൽ പോലും ഇത്രയും ഇൻസ്പെക്ഷൻ ഉണ്ടാവാറില്ല. അത്രയും ഇൻസ്പെക്ഷന് വിധേയമാവുന്ന ഒരു ഫാക്ടറിയാണ് എന്റെ ഫാക്ടറി. അവിടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് ഈ കാലം വരെ ഉള്ളത്. കേരളത്തിലെ ഫാക്ടറികളുടെ റോൾ മോഡലായിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ് നമ്മുടെ ഫാക്ടറി. ഇത് കാലങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഇഷ്യൂസ് അവിടെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഫാക്ടറി റിനോവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പം വീണ്ടും റീഓപ്പൺ ചെയ്തത്. ശ്രീ സുജീഷ്, താങ്കൾ ഇപ്പോൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ കൂട്ടമായി എത്തി ഈ രീതിയിൽ ആ സ്ഥാപനമൊക്കെ തീഴുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടായത്? അവർക്ക് യാതൊരു പരാതിയും ഇല്ല. കാരണം വന്നിരുന്നവരൊക്കെ ഈ പറയുന്ന ആ പ്രദേശവാസികൾ തന്നെയാണ്. അവർ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണ്? സാറേ, എനിക്ക് അവിടുത്തെ ആൾക്കാർ എന്താ പറയണമെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിന്റെ മുമ്പിൽ ഒരു സർവകക്ഷി യോഗം അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോലും എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ പുഴ മലിനമാക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം. 7 വർഷമായിട്ട് ആ പുഴയിലെ വെള്ളം നിരന്തരം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, അവിടുത്തെ നാട്ടുകാരായിക്കോട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, PCB ആയിക്കോട്ടെ, എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ബാക്കിലെ പുഴയുടെ ഭാഗം എന്ന് പറയുന്നത്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചേർന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാലോ, അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തിയിട്ട് ഒരു സ്ഥാപനം കേരളത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ 4 ചെറുപ്പക്കാരുടെ അധ്വാനം ആശ്വാസത്തിന്റെ പരമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം, അത് നാടിനും കൂടെ നന്മയുള്ള ഒരു പ്രവൃത്തിയെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഈ നേരം വരെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അല്ല ശ്രീ സുജീഷ്, അത് ഇന്നിപ്പോ ഉണ്ടായ ഒരു പൊട്ടിപ്പുറപ്പെട്ട ഒരു ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇതിപ്പോൾ കട്ടിപ്പാറയിൽ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ താങ്കളുടെ സ്ഥാപനത്തിനെതിരെ മുൻപും പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറെ നാളുകളായുള്ളൊരു കാര്യം അതിൽ തന്നെ നാട്ടുകാർ അത് തുടരുന്നു, അത് ഇപ്പോഴും പറയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സാറേ, ഇത് കേരളത്തിലെ എന്റെ ഫാക്ടറിക്കെതിരെ മാത്രമല്ല, ഇത് കേരളത്തിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഫാക്ടറികൾക്കെതിരെ ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് നിലമ്പൂർ ഇടക്കരയുള്ള ഫാക്ടറിയിലെ സ്റ്റാഫുകളെ അടിച്ച് അവരുടെ കൈയും കാലും പൊട്ടിച്ച് ഫാക്ടറി കയ്യേറിയിട്ടുള്ള ഒരു ഇഷ്യൂ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ആകെ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി, അത് സർക്കാരിന്റെ എല്ലാ അനുമതിയും കൂടി കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി എന്ന് വിശ്വസിച്ച് ഒരു 4 ചെറുപ്പക്കാർ ചെയ്തിട്ടുള്ള ഒരു സംഗതി മാത്രമാണിത്. അതിനകത്ത് ഇരിക്കുന്ന ഒരുപാട് രഹസ്യ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എന്താണെന്നുള്ളത് പുറത്തേക്ക് വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നാട്ടുകാരെ അല്ലെങ്കിൽ ഈ പ്രദേശവാസികളെ കൺവിൻസ് ചെയ്യാൻ താങ്കൾക്ക് പറ്റാത്തത്? അതിനകത്ത് 100% ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല. കാരണം ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മേജറും എന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളായിട്ട് ഇരിക്കുന്നത്. ഗുരുതരമായ അസുഖം പടരുന്നു, അമീബിക് മസ്തിഷ്ക ജ്വരം താമരശ്ശേരിയിൽ പടർന്നു പിടിക്കുന്നു എന്നൊക്കെയാണ് എന്റെ ഫാക്ടറിക്കെതിരെ പറഞ്ഞ കണ്ടീഷൻ. എന്റെ സ്ഥാപനത്തിൽ 168 തൊഴിലാളികളുണ്ട്. അതിനകത്ത് ഒരാൾക്ക് പോലും ദൈവസഹായത്തിൽ ഈ നിമിഷം വരെ ഇങ്ങനത്തെ ഒരു അസുഖവും വന്നിട്ടില്ല. അപ്പം ആരോപണങ്ങൾ നടത്തുന്നത് ചില വ്യക്തികളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. 100%. എനിക്ക് അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഡെഫിനറ്റ്ലി ഞാൻ പറയും. ശരി, നന്ദി ശ്രീ സുജീഷ്. ഘട്ടത്തിൽ പ്രതികരിച്ചത് ഫ്രഷ് കട്ട് സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് സുജീഷ് പറയുന്നു, എല്ലാ ഗവൺമെന്റ് നോംസും പാലിച്ചാണ് ഈ രീതിയിൽ സ്ഥാപനം നടത്തുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നാട്ടുകാർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്നാണ് സ്ഥാപനത്തിന്റെ അവകാശവാദം. ഈ പറയുന്ന കൃത്യമായി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, പ്രദേശവാസികൾ മാത്രമല്ല അതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വാദങ്ങൾ. അത് ഇനിയിപ്പോൾ ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത് നമുക്ക് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.